നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്നലെ റീഡിങ് ഇടാൻ പറ്റിയില്ല. ഞാൻ ഇതൊക്കെ ഏതാ എടുക്കേണ്ടത്? ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ ഇൻറ്റൻഷൻ രണ്ടും നോക്കാം. ഓക്കെ, അവർ ഈ ഒരു ബന്ധത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം അവരുടെ ഫീലിങ്സ് എടുക്കാം ആൻഡ് അവർ ഈ ബന്ധത്തിൽ മുന്നോട്ട് എന്താണ് അവരെ ഒരു ആഗ്രഹം എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, മെമ്പർഷിപ്പ് താല്പര്യമുള്ളവർ ചെയ്യുക. ആക്ച്വലി ഞാൻ ടു കപ്സ് മെത്തേഡ് ഇടയിൽ മെമ്പേഴ്സിന് ഇട്ടതായിരുന്നു, പക്ഷെ എനിക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല. ഓക്കെ, എനിവേ സാറില്ല. ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ള മെമ്പർഷിപ്പിൽ ഞാൻ കൂടുതൽ ഷെയർ ചെയ്യും. ഒരു റീഡിങ് കൂടി എക്സ്ട്രാ അതിലും ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവരെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിൽ എന്താ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഫീലിങ്സ്, വൈ? ഓക്കെ, 10 of cups. എന്തുപറ്റി? ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഫീലിങ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഒരല്പം ലോസ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെയുണ്ട്. അവർക്കൊരു മിസ്സിങ് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 5 cups എന്തോ നഷ്ടബോധം ഫീൽ ചെയ്യുന്ന പോലെ അവർക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ ഉണ്ടാവാം. 10 of swords and 4 of swords. ഒരു എൻഡിങ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മേ ബി ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയോ സെപ്പറേഷനോ വന്ന് കാണാം. സോ ഇപ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു. ഐ മീൻ ഒരു വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. ചീറ്റിങ് എന്ന് മാത്രം പറയുന്നില്ല, പല കാര്യങ്ങളും ആവാലോ. എല്ലാവർക്കും ചീറ്റിംഗ് ആവണമെന്നില്ല. സോ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ തമ്മിലൊരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചായിട്ടോ അല്ലെങ്കിൽ അവർ അകന്നു പോയതായിട്ടോ എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അവർക്കൊരു കുറ്റബോധം ഉണ്ട് അതിൻ്റെ. ഓക്കെ, അവർക്ക് അതിൻ്റെ കുറ്റബോധവും നഷ്ടബോധവും ഉണ്ട് ഇവിടെ. നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളെ മിസ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. നിങ്ങൾ കൂടെ അല്ല, നിങ്ങളിപ്പോൾ കൂടെ അല്ല. നോ, എനിക്ക് സെപ്പറേഷൻ എനർജിയാണ് ഇതിൽ കൂടുതൽ വരുന്നത്. 10 of cups ആൻഡ് ചാരിയറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ആ ഒരു ഫാമിലി എന്ന രീതിക്കുള്ള ഒരു ഫീല്, അതായത് നിങ്ങളെ ശരിക്കും നമ്മൾ പറയില്ലേ ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ, അത് അവർ ഓർക്കുന്ന പോലെയാണ്. ഇവിടെ 10 of cups ആണ്, ഇവിടെ 5 of cups ആണ്. 5 of cups നമ്മൾ ഹാഫ് ആയിട്ട് എടുക്കാം അല്ലേ. സോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സന്തോഷം ഇപ്പം അവർ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു സന്തോഷം, നിങ്ങളുടെ ഒരു അത്രയും നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ അവർ ഉള്ളിൽ എപ്പോഴും നിങ്ങളെ ഒരു ഫാമിലി പോലെ അവർ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അവർ വരുന്നത് അല്ലേ. സോ അത് മനസ്സിലാക്കാം. പുറമെ എന്ത് കാണിച്ചാലും ശരി, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരു ഫാമിലി പോലെ അവർക്ക് ഫീൽ ഉണ്ടായിരുന്നു, ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫീലിംഗ് ഒന്നും ഇപ്പം ഇല്ല. എനിക്ക് എവിടെ ഒരു നഷ്ടബോധം അവരുടെ ഉള്ളിലുണ്ട്. ചാരിയറ്റ് ഉണ്ട് ഇവിടെ. മുന്നോട്ട് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇതൊരു ചോയ്സിന്റെ കാർഡ് കൂടിയാണ്. അതായത് വരണോ വേണ്ടേ, ഞാൻ ചെയ്യണോ വേണ്ടേ, കാണാൻ പോകണോ വേണ്ടേ, വിളിക്കണോ വേണ്ടേ, ഒരു കൺഫ്യൂഷൻ കൂടിയാണിത്. ഓക്കെ, മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിനെ മുന്നോട്ട് പോകണമെന്നുണ്ട്, സക്സസ് വേണം, വിക്ടറി വേണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയോ ബട്ട് ബാക്കി കാർഡ്സ് ഒക്കെ ഇവിടെ പറയുന്നത് എനിക്കൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അവരൊരു കൺഫ്യൂഷനിലാണ്, എന്നിട്ട് ഞാൻ മുന്നോട്ട് വരണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം ഒരു ജഡ്ജ്മെന്റ് കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ. ഓക്കെ, മേ ബി അവർ ചെയ്ത തെറ്റുകളെ കുറിച്ചായിരിക്കാം, അവർ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളെ കുറിച്ചായിരിക്കാം അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ടുള്ള നല്ല സമയങ്ങൾ, അതെല്ലാം അവർ ഓർക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ, ബട്ട് അവരത് മനസ്സിലാക്കിയില്ല എന്ന രീതിയിൽ അവർക്കൊരു തോന്നലുണ്ടാവാം. ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യുന്ന പോലെ, അതായത് അവരുടെ മിസ്റ്റേക്സ് ഓർത്തിട്ടായിരിക്കാം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അതിനെയൊക്കെ മനസ്സിലിട്ട് ഓർക്കുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോഴും അവരെവിടെയോ നിങ്ങളോടുള്ള ഓക്കെ, കുറച്ചുകൂടി എടുക്കാം. ഞാനൊരു കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഫീലിങ്സ് തന്നെ എടുത്തേക്കാം. എന്താണ് ഇവരിങ്ങനെ ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ തോന്നുന്നത്, എന്താണെന്ന് ഇവരെ ഈ ഒരു മിസ്സിങ് എനർജിയും സാഡ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നത്.
എംപ്രസ് കാർഡായിരുന്നു അത്. 9 of Swords, Queen of Cups. ശരിക്കും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ എനർജി ആണ് എനിക്ക് കിട്ടുന്നത്. ഐം സോറി. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാം കുറച്ച് പേർക്ക്. തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, രണ്ടും വരാം. പക്ഷെ ഫാമിലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി അവരെ ഫാമിലി ഉണ്ടാവും. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും, എല്ലാവർക്കും അല്ല. കുറച്ച് പേർക്ക് മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫാമിലിയുടെ എതിർപ്പായിരിക്കും. നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുമായിട്ട് റിന്യൂവൽ ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ തുടക്കം എന്ന രീതിക്കാണ് എടുക്കുക. അവർ ഒരു റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെ ബ്ലോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മേ ബി ഫാമിലി ആയിരിക്കാം. അവർ നല്ലോണം സ്ട്രെസ് ഉണ്ട് ഇവിടെ. 9 of Swords ആണ്, 10 of Swords ആണ്. സോ യെസ്, അവർ സോഡ്സ് എനർജി ഒരുപാട് വന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളുടെ വ്യക്തി എന്നുള്ള ആ ഒരു കുറ്റബോധം അവരുള്ളിൽ, ആ കുറ്റബോധം അവരെ വല്ലാതെ ഒരു വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ശരിക്കും രാത്രി ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ്. അത്രയും അവരുടെ ഉള്ളിൽ ചിന്തകൾ കയറി വന്ന ടെൻഷൻ കൊണ്ട് അങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആണ് അവർ. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊന്നും തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾ പറയും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, അവരെ ശ്രദ്ധിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ അല്ലാതെ അതിൻ്റെ ടോണ് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അവർ പറയുന്നത്? അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് ആയിട്ടാണോ പറയുന്നത്, ഒരു എതിർത്താണോ പറയുന്നത്, ദേഷ്യത്തിലാണോ പറയുന്നത്, അതോ ജസ്റ്റ് ഒരു സങ്കടം മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടോൺ. കാരണം നിങ്ങൾ അത്രത്തോളം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഓരോ ഭാവമാറ്റം, ഓരോ സൈലൻസ്, ഓരോ എല്ലാം നിങ്ങൾ പഠിക്കും. ഓക്കെ, അങ്ങനെ അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ആ പേഴ്സണെ നമ്മൾ അത്രത്തോളം പഠിക്കാൻ ശ്രമിക്കും. ഇവരുള്ളിൽ എന്താ നടക്കുന്നത്, ഇവരെന്താ ചിന്തിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾ ശരിക്കും അപ്പോൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പറയുന്നതാണോ അതോ അവർ കാണിക്കുന്നതാണോ, ഏതാണ് ശരി, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത്, എല്ലാം നിങ്ങൾക്ക് തന്നെ പിടികിട്ടാൻ തുടങ്ങും. അത്രത്തോളം നിങ്ങളുള്ളിൽ സ്നേഹം ശരിക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനും ഒക്കെ വേറൊരു ഭാഗത്ത് ഉണ്ടാവും, അതിൻ്റെ മേലെ. പക്ഷെ ഈ സങ്കടവും ടെൻഷനും നമ്മളുടെ മാറ്റാൻ തന്നെ നിങ്ങൾക്ക് ആദ്യം ആ വ്യക്തിയെ മനസ്സിലാവണം. അപ്പം അതിന് ശ്രമിക്കാം. എനിവേ, ഇവിടെ ക്വീൻ ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. സോ യെസ്, നിങ്ങളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. മൂൺ എനർജി ഉണ്ട്. യെസ്, മിസ്സിങ് എനർജി. രാത്രി നിങ്ങളെ ഓർക്കുക, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെന്ന് എനിക്ക് വീണ്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഹിഡൻ ആയിട്ട് ഇരുന്നിരിക്കാൻ മുൻപ് ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മറച്ച് കാണാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നതൊക്കെ. തേർഡ് പാർട്ടിയുടെ ഒരു എനർജി ഉണ്ട് ഇവിടെ, ലവേഴ്സും ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു റിലേഷൻ കൂടി ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഫാമിലി ആയിരിക്കാം, കുറച്ച് പേർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ബട്ട് നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി, ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് എന്താ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വേണ്ട നോക്കാം നമുക്ക്. ആക്ച്വലി ഇവിടെ എംപ്രസ് വന്നത്, നിങ്ങളെ കാണുന്നത് ഒരു എംപ്രസ് ആയിട്ട് എന്ന രീതിക്കും ആവാം. ഒരു വളരെ നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. ലേഡീസ് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ജെൻസ് ആണെങ്കിൽ നിങ്ങൾ അവരോട് ഒരുപാട് സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, ബട്ട് ഇവിടെ എംപ്രസ് കുറച്ച് പേർക്ക് കേട്ടോ, വളരെ ചുരുക്കം പേർക്ക് ഇതെല്ലാവർക്കും മാച്ച് ആവില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഓക്കെ, പറയാൻ പേടിയാണ് എനിക്ക്, നിങ്ങൾ അപ്പോഴേക്കും ടെൻഷൻ ആവുമെന്ന്. ഇവിടെ ഉള്ളത് എംപ്രസ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്കൊരു പ്രഗ്നൻസിയുടെ ഒരു കാര്യം വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പ്രഗ്നൻസി എന്ന രീതിയിൽ, അതായത് അവരുടെ വീട്ടിൽ, ഫാമിലിയിൽ, അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രഗ്നൻസിയുടെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്തു. സോ ഫാമിലി എന്നൊക്കെ കൂടുതൽ കണ്ടതുകൊണ്ട് സോ അങ്ങനെ ഒരു കാര്യം കൂടി ആയിരിക്കാം. അത് നിങ്ങൾ അറിഞ്ഞു കാണില്ല, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, സോ എനിവേ, സോ ആ ഒരു പോയിന്റ് കൂടി. ബട്ട് എല്ലാവർക്കും എല്ലാം എടുത്തു ചാടരുത് നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്റൻഷൻ, ഈ റിലേഷൻഷിപ്പിൽ അവർ മുന്നോട്ട് എന്താ ആഗ്രഹിക്കുന്നത് നോക്കാം. Ace of Cups, Strength, Eight of Wands, Four of Pentacles, one more last, good, Queen of Wands also, King of Pentacles. മതി, കൂടുതൽ എടുക്കുന്നില്ല, ഇത്ര മതി. പേഴ്സൻ്റെ ഇൻറ്റൻഷൻ
ഓക്കെ, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. ഓക്കെ, അവർക്ക് ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്കൊരു ലവ് ഓഫറുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം, ലവ് ഓഫർ ആയിരിക്കാം. എനിക്ക് സ്നേഹം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് കാർഡാണ്. യെസ്, നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് ബോണ്ടാണ് ഓൾറെഡി. ഓക്കെ, നിങ്ങൾ തമ്മിൽ അങ്ങനെയാണ്, നിങ്ങൾ തമ്മിൽ ഓൾറെഡി വളരെയധികം അറ്റാച്ച്ഡ് തന്നെയാണ്. ആൻഡ് ഈ ബന്ധം അവരൊരിക്കലും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് അവർ പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ഇതും നേരത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ്. 4 ഓഫ് പെന്റിക്കിൾസ് അവർ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, കാരണം അവർ ഒരുപാട് വാല്യൂ കാണുന്നുണ്ട് നിങ്ങളിൽ. നിങ്ങളൊരു ഫാമിലി പോലെയാണ്, നിങ്ങൾ വളരെ കെയറിങ് പേഴ്സൺ ആണ്, നിങ്ങൾ ശരിക്കും അത്രയും അറ്റാച്ച്ഡ് ആണ് അവർ ശരിക്കും. ഓക്കെ, യെസ്, സിറ്റുവേഷൻ സാഹചര്യങ്ങൾ വേറെ ഉണ്ട്, ബട്ട് എന്നാലും നിങ്ങളോട് ഉള്ള ഒരു ബന്ധം ഓക്കെ അത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. 8 of Wands ആണ്. സോ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ആവാം. ഒരു ഫാസ്റ്റ് മൂവിങ് എനർജി എന്ന് പറയാം. ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കാണാൻ വരെ ഈവൻ ചാരിറ്റും 8 of Wands നമ്മൾ കാണുമ്പോൾ മീറ്റിംഗ് ആയിരിക്കാം, കാണാൻ വരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജസ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് വരുന്ന പോലെ. ഓക്കെ, മേ ബി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം, തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെസ്സേജ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാണാൻ വരിക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാനിവിടെ ക്വീൻ ഓഫ് വാൻസ് എനർജി. മേ ബി നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. ആക്ച്വലി ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളോട് തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അവർക്ക് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് വേണം, പാഷനേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പിനെയും ഒരു നമ്മൾ പറയില്ലേ വീണ്ടും ഒരു എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. കിങ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ യെസ്, അവർ കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം തീർച്ചയായിട്ടും അവർക്ക്. ഓക്കെ, അവർ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ്, നിങ്ങളോട് ശരിക്കും ലോയൽ ആണ്. ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ ഇതൊരു എർത്ത് എനർജി എന്ന് പറയും. നമ്മൾ കാപ്രിക്കോൺ, ടോറസ്, വർഗോ അങ്ങനത്തെ ആൾക്കാരാണ്. അവർ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ബന്ധങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ വളരെയധികം ട്രസ്റ്റ് വർത്തിയും ആണ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അത് സിറ്റുവേഷൻ സാഹചര്യം കൊണ്ട് ഇപ്പോൾ സപ്പോസ് വേറെ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളോട് തോന്നുന്നത് പക്ഷെ ജെനുവിൻ ആണ്. ഓക്കെ, പക്ഷെ അത് സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. അത് അവർക്കും അതുകൊണ്ടായിരിക്കും അവരും ഇപ്പം ഈ മാറി നിൽക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ. കാരണം അവർ ചില കടമകൾ ഉണ്ടെങ്കിൽ അവരതിനെ മാറ്റി വെക്കൂല. ഓക്കെ, കടമകൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുമാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളോടും വളരെയധികം അവർ കമ്മിറ്റഡ് തന്നെയാണ് മനസ്സുകൊണ്ട്. ഓക്കെ, സോ യെസ്, അവരുടെ ഇൻറ്റൻഷൻ വളരെ നല്ലതാണ്. നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ആക്ച്വലി വേണം എന്ന ആഗ്രഹമുണ്ട്. ഇപ്പം അവർ നിങ്ങളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ വിഷമിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും ഈ ഒരു റിന്യൂവലാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഇത് എൻഡിങ് ഒന്നും ആയിട്ടില്ല, സെപ്പറേഷനൊക്കെ ആണെങ്കിലും എൻഡിങ് അല്ല കേട്ടോ. ഓക്കെ, ഇത് വീണ്ടും അത് റീസ്റ്റാർട്ട് ആവും എന്ന രീതിക്ക് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഗൈഡൻസ് എടുക്കാം. ഹോൾഡ്, കൺട്രോൾ, സൈലന്റ് ഒബ്സർവിങ്, ഓക്കെ, റിഫ്ലക്റ്റിംഗ്, ഷാഡോ വർക്ക്, റീയൂണിയൻ. ഞാൻ എന്താ പറഞ്ഞത്, ചില കാർഡ്സ് കാണിക്കാൻ പറ്റില്ല, സോറി. യൂട്യൂബിൻ്റെ ചില റൂൾസ് ഉണ്ട്. നമ്മൾ ചില കാർഡ്സ് നമ്മൾ അതിൻ്റെ പിക്ചേഴ്സ് നമ്മൾ കാണിക്കാൻ പാടില്ല, സോറി. ഓക്കെ, റീയൂണിയൻ എന്തായാലും വന്നു. ട്രസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ലോയലാണ്, അവർ ട്രസ്റ്റ് ചെയ്യാം അവരെ. ഓക്കെ, പ്ലൂട്ടോ, ലെറ്റിംഗ് ഗോ. ഓക്കെ, ആൻഡ് ദേ ഇവിടെ റിന്യൂവൽ വന്നു. റിന്യൂവൽ ആൻഡ് സ്പ്രിംഗ് ടൈമിംഗ് കാർഡ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ്. വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് സ്പ്രിംഗ് ടൈമിൽ ഒരു റിയൂണിയൻ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ അറൗണ്ട് മാർച്ച്, ഏപ്രിലിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏപ്രിലിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ടൈം തരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ലാസ്റ്റ് ഏപ്രിൽ തൊട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഏപ്രിലിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിലൊരു റിന്യൂവൽ, ഒരു റീസ്റ്റാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റിന്യൂവൽ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് അതുവരെ സംസാരിക്കുകയില്ല എന്നൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഒരു ഏപ്രിലിൻ്റെ ഉള്ളിൽ പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി അവർ എഫേർട്ട് ഇടുന്നതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് അറ്റാച്ച്ഡ് ആവുന്നതോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏപ്രിലിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇവിടെ കോൾഡ് ഇപ്പം നിങ്ങൾ തമ്മിൽ യെസ് ഒരു സെപ്പറേഷൻ എനർജി ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു സൈലൻ്റ് ആയിട്ട് പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. റീയൂണിയൻ ഉണ്ടാവും പക്ഷേ തീർച്ചയായിട്ടും. അതിൻ്റെ കാർഡ് ഞാൻ വായിക്കാം. സോൾ ടൈസ്, സോൾമേറ്റ്, ഫേറ്റഡ് പാർട്ട്ണർഷിപ്പ്,
പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് റിട്ടേൺസ്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ ഷാഡോ വർക്ക് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും സോൾ സെർച്ചിങ് ചെയ്യുകയാണ്. അതാണ് ഞാൻ നേരത്തെ ജഡ്ജ്മെന്റ് കാർഡ് പറഞ്ഞു. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോൾ സെർച്ചിങ്, അതായത് ഞാൻ ചെയ്ത എന്തൊക്കെയാണ് തെറ്റ്, എന്തൊക്കെയാണ് ശരി, ഞാൻ ചെയ്തു പോയ മിസ്റ്റേക്സ് ഇനി എങ്ങനെ ഞാൻ മാറ്റും, എങ്ങനെ ശരിയാക്കും, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇവാലുവേഷൻ, നമ്മൾ സ്വയം അവനവനെ ഒന്ന് വിലയിരുത്തൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്, ഈ ബന്ധത്തിനെയും ഈ സിറ്റുവേഷനെയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഇത് നിങ്ങൾക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു സിറ്റുവേഷൻ ബ്രേക്കപ്പോ സെപ്പറേഷനോ ഒരു അകൽച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതിനെ തൽക്കാലം യൂണിവേഴ്സ് സറണ്ടർ ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിനോട് ഇത് സമർപ്പിച്ചിട്ട് പറയുക. എൻഡിങ്, ഡെത്ത് ആൻഡ് എൻഡിങ് ആണ് പറയുന്നത്. പക്ഷേ ഡെത്ത് ആൻഡ് എൻഡിങ് എപ്പോഴും കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു മാറ്റമാണ്. ഓക്കെ, ആക്ച്വലി ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് ദറ്റ് എനിക്കുള്ളതാണെങ്കിൽ ഇതിനെ ബെറ്റർ ആക്കിയിട്ട് മാറ്റിയിട്ട് നല്ല രീതിക്കാക്കി എനിക്ക് പറ്റിയ രീതിയിലാക്കി കൊണ്ടുതരൂ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുക നിങ്ങൾ. ഓക്കെ, സോ അതാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ബട്ട് എവിടെയോ ഇപ്പോൾ കുറച്ച് സാഹചര്യങ്ങൾ ബ്ലോക്കേജ് ഉണ്ട്. നമുക്ക് എന്തായാലും ഓക്കെ, ഇനി ഞാനിതിവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് പറയുന്നത് പ്ലീസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഈ ലെറ്റിംഗ് ഗോ എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങൾ ഇനി ഇതിനെ കാത്തിരിക്കലല്ല, പേഴ്സൺ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കലല്ല, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ബന്ധം താല്പര്യമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ അത് ക്വസ്റ്റ്യൻ അല്ല. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ജോലി, കരിയർ, നിങ്ങളുടെ ഫാമിലി, വീട്, കുട്ടികൾ, വോട്ടെവർ എന്തൊക്കെയാണോ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആർട്ടിസ്റ്റിക്കായിട്ട് എന്തെങ്കിലും ചെയ്യുക, നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അതാണ് പറയുന്നത് ഞാൻ. ഓക്കെ, ഈ പേഴ്സൺ വരുമോ വരില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞ് വെയിറ്റ് ചെയ്ത് തീർക്കാനല്ല. വെയിറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ യെസ് അവർ വരും, എപ്പോഴായാലും അവർ വരും, എന്നോടുള്ള ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെക്കാം. പക്ഷെ അതും പറഞ്ഞ് അങ്ങനെ കാത്തിരിക്കലല്ല. ഓക്കെ, മനസ്സിലാക്കാം. ഓക്കെ, അവർ വരും. പക്ഷെ ആൻഡ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കാത്തിരിക്കാതിരിക്കുന്നു അപ്പോഴേ അവർ വേഗം വരുള്ളൂ. അതുകൊണ്ട് ഓക്കെ, സോ മനസ്സിലാക്കൂ ഈ സിറ്റുവേഷനൊക്കെ, ഇത് ഒരു എനർജി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക, അത് മനസ്സിലാക്കൂ കേട്ടോ. ഓക്കെ, എനിവേ ഞാനത് കൂടുതൽ ഇനി ഒരു ദിവസം പറയാം. ഇന്നിപ്പോൾ അത്ര. എനിവേ എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കാം. നന്ദി, നമസ്കാരം.